മുന്നേറ്റത്തിന്റെ കരുത്തിലും ആഗോള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതിന്റെ ആവേശത്തിലും നിഫ്റ്റി 25,000 പോയിന്റ് വീണ്ടെടുക്കാൻ സജ്ജമായി കഴിഞ്ഞു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് വീണ്ടും പിന്തുണ ലഭിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് മെച്ചപ്പെടുന്നതോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പ്രവഹിച്ചേക്കാവുന്നത് എത്ര കോടി US$? സ്റ്റോക്ക് ഇൻഡെക്സുകൾക്ക് കരുത്തേക്കുന്ന മറ്റ് പോസിറ്റീവ് ഫാക്ടറുകൾ എന്തെല്ലാം? നിക്ഷേപകരിൽ നിന്ന് ഉയരുന്ന ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ ഈ മാർക്കറ്റ് റിവ്യൂ. ഓഗസ്റ്റ് 10 ആരംഭിച്ച് 14 അവസാനിക്കുന്ന വ്യാപാര വാരത്തിൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്ന സപ്പോർട്ട്, റെസിസ്റ്റൻസ് റേഞ്ചുകൾ എന്നിവ വ്യക്തമാക്കുന്നതുമാണ് ഈ മാർക്കറ്റ് റിവ്യൂ. കമ്പനികൾ പ്രവർത്തനഫലം പ്രഖ്യാപിക്കുന്ന തീയതികൾ, ഡിവിഡന്റിന് അർഹതയുള്ളവരെ നിർണ്ണയിക്കുന്ന റെക്കോർഡ് ഡേറ്റുകൾ എന്നിവയും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാധ്യതകളുടെയും പ്രതീക്ഷകളുടെയും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാർക്കറ്റിന്റെ നിലവിലെ സ്ഥിതി വേഗത്തിൽ നിന്ന് പരിശോധിക്കാം. കടന്നുപോയ ആഴ്ച മാർക്കറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം സ്റ്റോക്ക് ഇൻഡെക്സുകളിലെ ഇരട്ടകളായ സെൻസെക്സ്, നിഫ്റ്റി എന്നിവ തമ്മിലെ പൊരുത്തക്കേടായിരുന്നു. CAS എന്ന് ചുരുക്കി പറയുന്ന ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ മെക്കാനിസം ആണ് സ്റ്റോക്ക് ഇൻഡെക്സുകളുടെ ചേർച്ചയില്ലായ്മയ്ക്ക് ഇടയാക്കിയത്. ഇത് മാർക്കറ്റിൽ സൃഷ്ടിച്ച ആശയക്കുഴപ്പത്തിന് അതിരില്ലായിരുന്നു. ഒരു ദിവസം 2 മിനിറ്റ് കൊണ്ട് നിഫ്റ്റിയിൽ 200 പോയിന്റ് കുതിപ്പ് പോലും കണ്ടു. ഓഹരി വിലകളിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടായതാകട്ടെ മാർക്കറ്റിന്റെ ആകമാന മുന്നേറ്റത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തു. പുതിയ സംവിധാനം വളരെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ട്രേഡേഴ്സ് പറയുന്നു. എന്നാൽ അത് അവബോധത്തിന്റെ അഭാവം കൊണ്ടാണെന്ന നിലപാടാണ് സെബിയുടേത്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ മെക്കാനിസം പുനഃപരിശോധിക്കാൻ സെബി തയ്യാറായേക്കില്ല എന്നാണ് സൂചന. സെബിയുടെ നിലപാടാണ് ശരി എന്ന് ക്രമേണ വ്യക്തമാകുന്നുമുണ്ട്. കൺഫ്യൂഷൻ കത്തി നിന്നതിനിടയിലും സെൻസെക്സ്, നിഫ്റ്റി ഇൻഡെക്സുകൾക്ക് കടന്നുപോയ വ്യാപാരവാരം നേട്ടത്തിൻ്റെതായിരുന്നു. സെൻസെക്സിൽ 404.53 ആയിരുന്നു നേട്ടം. നിഫ്റ്റിയിലെ വർധന 187.05. ഇനി ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പരാമർശിക്കപ്പെട്ട സംശയങ്ങൾ പരിശോധിക്കാം. നിഫ്റ്റി 25,000 പോയിന്റ് വീണ്ടെടുക്കാൻ സജ്ജമായോ എന്ന ചോദ്യത്തിലേക്ക് തന്നെ ആദ്യം കടക്കാം. സജ്ജമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനുള്ള ഉത്തരം. മുമ്പ് മറികടന്നതാണെങ്കിലും 25,000 പോയിന്റ് തിരിച്ചുപിടിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ടും പിന്നീട് ദുർബലമാകുന്നതാണ് കണ്ടത്. എന്നാൽ അടുത്തിടെയായി മാർക്കറ്റിൽ കണ്ടുവരുന്നത് പോസിറ്റീവ് ബയാസിന്റെ സ്ഥിരതയാണ്. അതുകൊണ്ടാണ് 25,000 പോയിന്റ് വീണ്ടെടുക്കാൻ നിഫ്റ്റി സജ്ജമായിരിക്കുന്നു എന്ന അനുമാനം. 25,000 പോയിന്റ് ഇന്നോ നാളെയോ വീണ്ടെടുക്കുമെന്ന് ഇപ്പറഞ്ഞതിന് അർത്ഥമില്ല. ഒരുപക്ഷെ ഓഗസ്റ്റ് 14 അവസാനിക്കുന്ന വ്യാപാര വാരത്തിൽ തന്നെ, അതല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യം സാധ്യമാകുമെന്ന് ഉറപ്പിക്കാം. കടന്നുപോയ ആഴ്ച നിഫ്റ്റിയുടെ അനുബന്ധ സൂചികയായ നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് സർവകാല ഔന്നത്യം കൈവരിക്കുന്നതും കണ്ടു. സ്മോൾ ക്യാപ് ഇൻഡെക്സിന് റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിന് വലിയ പ്രസക്തിയാണുള്ളത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും ഇടപാടുകൾ സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ ആണ് എന്നതാണ് ഈ പ്രസക്തിക്ക് കാരണം. സ്മോൾ ക്യാപ് സ്റ്റോക്സിലെ മുന്നേറ്റം മിഡ് ക്യാപ്, ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് സംക്രമിക്കുമെന്ന് ന്യായമായും കരുതാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് വീണ്ടും പിന്തുണ ലഭിക്കാൻ തുടങ്ങിയതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെ എന്നും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് മെച്ചപ്പെടുന്നതോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പ്രവഹിച്ചേക്കാവുന്ന US$ന്റെ അളവ് എത്രയെന്നും മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള പിന്തുണ പുനരാരംഭിക്കാൻ അനേകം കാരണങ്ങളുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരി വിലകൾ, പ്രത്യേകിച്ച് ലാർജ് ക്യാപ് സ്റ്റോക്സിന്റെ ഓഹരി വിലകൾ വളരെ ആകർഷകമായ നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ് എന്നതാണ് പ്രധാന കാരണം. മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്ന കോർപ്പറേറ്റ് ഏർണിംഗ്സ്, രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് തെളിയിക്കുന്ന കണക്കുകൾ, ഇന്ത്യൻ മാർക്കറ്റിന്റെ പക്വതയുള്ള പ്രകടനം, രൂപയുടെ സ്ഥിരത എന്നിവയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നു. ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സിന്റെ വിപണി താൽപര്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റവും ഇന്ത്യൻ മാർക്കറ്റിനെ അനുകൂലമായി കൊണ്ടിരിക്കുകയാണ്. തൈവാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ AI ഹെവി മാർക്കറ്റ്സിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിയാൻ ആരംഭിച്ചിരിക്കുകയാണ് ഗ്ലോബൽ ഫണ്ട് മാനേജർമാർ. പ്രതീക്ഷിച്ചതിലും മികച്ച ഏർണിംഗ്സിനെ തുടർന്ന് ഇന്ത്യയിലെ IT സ്റ്റോക്കുകൾ ഷാർപ്പായ റീറേറ്റിംഗിന് വിധേയമായതും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് മെച്ചപ്പെടുന്നതോടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രവഹിച്ചേക്കാവുന്ന US$ന്റെ അളവ് പ്രവചിക്കാൻ ആവില്ല എന്നത് ആണ് യാഥാർത്ഥ്യം. എന്നാൽ ചില അനുമാനങ്ങൾ ഉണ്ട്.
$2,500 വരെ, അതായത് ഏകദേശം 2,37,500 രൂപ വരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയേക്കാം എന്നാണ് രാജ്യാന്തര ഏജൻസികളുടെ അനുമാനം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള ഡോളർ ഇൻഫ്ലോ ആരംഭിച്ചു കഴിഞ്ഞു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ മാസം, അതായത് ജൂലൈയിൽ 20,200 രൂപയുടെ ഓഹരികൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയുണ്ടായി. മുൻ മാസങ്ങളിലെ പ്രവണതയിൽ നിന്നുള്ള പ്രകടമായ മാറ്റമാണിത്. ജൂണിൽ 49,340 മേയിൽ 32,963 ഏപ്രിൽ 60,847 മാർച്ചിൽ 1.17 ലക്ഷം കോടി എന്നിങ്ങനെയായിരുന്നു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള വിൽപ്പന എന്നോർക്കുക. സ്റ്റോക്ക് ഇൻഡെക്സുകൾക്ക് കരുത്തേകുന്ന മറ്റ് പോസിറ്റീവ് ഫാക്ടറുകൾ കൂടി നോക്കാം. ഫോറിൻ എക്സ്ചേഞ്ചിന്റെ വരവ് പ്രോത്സാഹിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിച്ച നടപടികളെ തുടർന്ന് ഇന്ത്യയിലേക്ക് വലിയ തോതിലാണ് ഡോളർ പ്രവാഹം ആരംഭിച്ചിരിക്കുന്നത്. ജൂൺ 8 ആരംഭിച്ച സ്പെഷ്യൽ സ്കീം പ്രകാരം ജൂലൈ 31 ആയപ്പോഴേക്ക് $4,081 ഇന്ത്യയിലെ ബാങ്കുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്കീം അവസാനിക്കുന്നത് സെപ്റ്റംബർ 30 $2,500 കൂടി FCNRB ഡെപ്പോസിറ്റ് എന്ന നിലയിൽ എത്തിയേക്കുമെന്നാണ് അനുമാനിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ചിന്റെ വലിയ തോതിലുള്ള വരവ് സ്ഥിരതയാർജിക്കാൻ രൂപയ്ക്ക് സഹായകമാകുമെന്ന് മാത്രമല്ല, രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. മറ്റൊരു പോസിറ്റീവ് ഫാക്ടർ രാജ്യത്തെ ഉപഭോഗ വർധനയാണ്. കൺസംഷനിലെ ഈ വർധന വ്യക്തമാക്കുന്നതാണ് ജൂലൈയിലെ UPI ട്രാൻസാക്ഷനുകളുടെ മൂല്യം. 30 ലക്ഷം കോടി രൂപയുടേതായിരുന്നു UPI ട്രാൻസാക്ഷൻ. ഇത് റെക്കോർഡ് നിലവാരമാണ്. GST കളക്ഷൻ ആകട്ടെ ജൂലൈയിൽ 2.11 ലക്ഷം കോടി രൂപയിലേക്ക് കുതിച്ച് ഉയരുകയും ചെയ്തു. വായ്പ നിരക്കുകളിൽ തൽക്കാലം മാറ്റമില്ലെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനവും മാർക്കറ്റിന് ആശ്വാസകരമായ പോസിറ്റീവ് ഫാക്ടറാണ്. ഇനി ഓഗസ്റ്റ് 10 ആരംഭിച്ച് 14 അവസാനിക്കുന്ന വ്യാപാര വാരത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് സാധ്യതകൾ നോക്കാം. കടന്നുപോയ ആഴ്ചയുടെ അവസാനം സെൻസെക്സ് ക്ലോസ് ചെയ്തത് 78,499.17 എന്ന നിലവാരത്തിലാണ്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് നിലവാരം 24,570.65 ആയിരുന്നു. നിഫ്റ്റി ബാങ്കിൽ ക്ലോസ് ചെയ്തത് 57,746.45 നിലവാരത്തിൽ. നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് റേഞ്ച് 24,300, 24,350 നിലവാരമാണ്. അനുമാനിക്കുന്ന റെസിസ്റ്റൻസ് റേഞ്ച് 24,750, 24,800 പോയിന്റ്. ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ മെക്കാനിസം മൂലമുള്ള കൺഫ്യൂഷൻ വരും ദിവസങ്ങളിലും അനുഭവപ്പെട്ടേക്കാമെന്ന് ട്രേഡിംഗ് നടത്തുന്നവർ ഓർത്തിരിക്കുന്നത് നന്ന്. മെക്കാനിസവുമായി അവർ പൊരുത്തപ്പെടുന്നത് വരെ ആശയക്കുഴപ്പത്തിന് സാധ്യതയുണ്ടായിരിക്കും. ഓഗസ്റ്റ് 10 ആരംഭിക്കുന്ന വ്യാപാര വാരത്തിൽ പ്രവർത്തന ഫലങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുള്ള കമ്പനികൾ ഇവയാണ്. ഇനി ഡിവിഡന്റിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ നോക്കാം. കഴിഞ്ഞ 10 വർഷങ്ങളിലെ 6 ഓഗസ്റ്റ് മാസങ്ങളിലും നിക്ഷേപകർക്ക് നേട്ടമാണ് ഉണ്ടായത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ വലിയ അളവിൽ ഉപഭോഗം നടക്കുന്ന കാലയളവും ആഘോഷങ്ങളുടെ കാലവുമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സാഹചര്യം പരിഗണിച്ചുള്ള പോർട്ട്ഫോളിയോ പൊസിഷനിങ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇതിന്റെ സ്വാധീനവും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എല്ലാ നിക്ഷേപകർക്കും ഹാപ്പി ഓഗസ്റ്റ് നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.